നിലനിൽക്കുന്ന ഈ കെട്ടകാലത്ത് ഇതിലും വലിയൊരു മാനവീയ ദർശനം വേറെ ഏതാണ്? ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം സമാധാനം ദൈവത്തെങ്കിൽ അർപ്പിക്കുന്നവരെന്നാണ്. ഇസ്ലാം എന്നാൽ വിശ്വമാനവീയതയാണ്. എഴുത്തുകാരൻ പുസ്തകത്തിനും ഒരുപിടി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഈ പുസ്തകം വായിക്കാൻ കുറെ നമുക്ക് ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള ഒരു കഴിവുകൂടി ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതിന്റെ അകത്തൊരു യാത്രയുടെ അല്ലെങ്കിൽ അതിന്റെ ഒരു വർണ്ണരാജ്യമല്ല യഥാർത്ഥത്തിൽ വിരിയുന്നത്. മറിച്ച് ഈ യാത്ര എങ്ങനെയാണ് നമ്മുടെ ഹൃദയാന്തരങ്ങളെ കഴുകി തുടച്ച് വൃത്തിയാക്കുന്നത് എന്നും വൃത്തിയാക്കേണ്ടത് എന്നും നാം എങ്ങനെയാണ് നമുക്ക് നമ്മെ തന്നെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കേണ്ടത് എന്നും അത് കൃത്യമായി രേഖപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നതാണ് ഈ പുസ്തകത്തിന്റെ ഒരു സുഹൃതം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പുസ്തകം എന്തായാലും വായിക്കും, പിന്നീട് അഭിപ്രായം പറയാൻ എല്ലാവിധ ആശംസകളും. When we see if somebody gives the knowledge of the ultimate, we will be entirely thankful to you. വളരെ സ്നേഹവും നിർമ്മല മനസ്സുള്ള ഒരു വ്യക്തിയാണ്. ഈ പുസ്തകം നന്നായിട്ട് എല്ലാവരും വായിക്കണം, എല്ലാവരും വാങ്ങണം. കാരണം നമുക്കത് ചെന്ന് വരാൻ പറ്റില്ല, പക്ഷേ നമുക്കിത് വായിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയും. നമ്മുടെ സംഗീതം അവരുടെ സൈതകത്തോടാണ് ഈ പുസ്തകം വന്നത്. ഏറെ സന്തോഷം. എല്ലാവർക്കും ആശംസകൾ അറിയിക്കും. എബിൻകാട് രണ്ടാമത്തെ പുസ്തകമാണ്, എല്ലാവരും വായിക്കുക. ഒന്നാമത്തെ പുസ്തകം അമ്മമ്മയുടെ തലൻ വളരെ ഹൃദ്യമായ ഒരു പുസ്തകമാണ്. മക്ക മദീന പുണ്യമാക്കിയാണ് ഈ ഒരു പുസ്തകം എഴുതാറുണ്ടായ പ്രചോദനം എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പയും ഉമ്മയും ഹജ്ജ് വന്നവരാണ്. അതുപോലെ തന്നെ ഞാനും ഉംറ വഴി വന്നവരാണ്. എല്ലാവരും ഉംറ പോകുന്നു, അതിൻ്റെ നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പോയി വരുന്നതില്ല. എന്നിരുന്നാൽ കൂടി എനിക്ക് നേരിട്ട അനുഭവങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ ഉമ്മയും വാപ്പയും പറഞ്ഞ കാര്യങ്ങൾ, അതിൽ പാകപ്പെടുക എന്താണ്, ഒരു ഉംറ പോകുമ്പോൾ ഉംറ എന്താണ്, അതിൻ്റെ ഇഹ്റാം തൊട്ട് എൻ്റെ സാഹി എന്താണ്, അതുപോലെ തന്നെ മിയഖാത്ത്, മഖാഫ്, കാഅബ എന്താണ്, കാഅബയ്ക്കകത്ത് എന്താണ്, അതുപോലെ തന്നെ മഖാം ഇബ്രാഹിം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അതിൻ്റെ ചരിത്രം നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഉംറ ചെയ്യുമ്പോൾ അതൊരു പവിത്രമായ ഭക്തിസാന്ദ്രമായ പവിത്രതയോടെ നമുക്ക് ഉംറ ചെയ്യാൻ സാധിക്കും. ഒത്തിരി പേര് അതിനുവേണ്ടി എന്തൊക്കെയാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം ഈ പുസ്തകം ഉപകാരമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ പുസ്തകം ഇവിടെ കിട്ടുമെന്നും എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.